ഹായ്, ജംബുവോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ നമ്മളിപ്പോൾ പുതിയൊരു പ്ലേലിസ്റ്റ് മൈക്രോസോഫ്റ്റിന്റെ സർവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന്റെ ഒരു 3ഓളം ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ 4ാമത്തെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ലാബ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ സർവർ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്കൊരു ലാബ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ലാബ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സർവർ വേണം. ആ സർവർ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ആ സർവറിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2, 3, 4 നമുക്ക് ക്ലയൻറ്റുകൾ എന്ന് പറഞ്ഞാൽ വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ക്ലയൻറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് വീട്ടിലിരുന്ന് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ മൊബൈലിലൂടെ കാണുന്നവരായിരിക്കും. അവർക്ക് ഒരു ലാബൊന്നും സെറ്റപ്പ് ചെയ്യാൻ ഇങ്ങനെ 2, 3 സിസ്റ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ലാപ്ടോപ്പ് ഉണ്ടാവും, ഒരു ഡെസ്ക് ടോപ്പ് ഉണ്ടാവും. ചിലപ്പോൾ അതൊന്നുമില്ലാതെ ഈ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കുന്നവരും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടാവും. അപ്പോൾ ലാപ്ടോപ്പ് ഉള്ളവർ അത് ചെയ്യുക. ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് ഡിവൈസിലാണ്, മൊബൈലിലായിരിക്കും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലിൽ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊരു നോട്ട് തയ്യാറാക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ 1, 2 വട്ടമൊക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് നിങ്ങൾ പോകാൻ നോക്കുക. നമുക്കൊരു ലാബ് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം അതൊരു കമ്പ്യൂട്ടർ, അതിലാകെ നമ്മൾ വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 11 ഉണ്ടാവുക. നമുക്കൊരു ലാബ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെർഷൻ വിൻഡോസ് 11 ആണെങ്കിൽ അതിൻ്റെ വിൻഡോസ് 11 പ്രോ എന്ന് പറയുന്ന വെർഷനാണ് സാധാരണ ലാപ്ടോപ്പുകൾക്കും ഡെസ്ക് ടോപ്പുകൾക്കും നമുക്ക് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വിൻഡോസ് 11 ഹോം ആയിരിക്കും. ഹോമിൽ നിന്ന് പ്രോയിലോട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ 11 ഹോം കളഞ്ഞിട്ട് പ്രോ കയറ്റിയാലും മതി. അല്ലെങ്കിലും നമുക്ക് വഴിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹോം തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും വഴിയുണ്ട്. ഇപ്പോൾ പ്രോയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് ഹൈപ്പർ വി എന്ന് പറയുന്ന ഒരു ഫീച്ചർ മൈക്രോസോഫ്റ്റിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഈ ഹൈപ്പർ വി എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ആ ഹൈപ്പർ വിയുടെ അകത്ത് വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് വെർച്വൽ മിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സർവറും 3, 4 ക്ലയൻറ്റുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആകെ വേണ്ടത് നമ്മുടെ സിസ്റ്റത്തിന് അതിനനുസരിച്ചുള്ള കോൺഫിഗറേഷൻ വേണമെന്ന്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന വിൻഡോസ് 11 പ്രോയാണ്. അപ്പോൾ എനിക്ക് ഹൈപ്പർ വി തന്നെ പറ്റും. ഹൈപ്പർ വി അല്ലെങ്കിൽ നമുക്ക് VMware അല്ലെങ്കിൽ ഒറാക്കിൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ ലാബ് സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ വിർച്വൽ ആയിട്ടാണ് ലാബ് സെറ്റപ്പ് ചെയ്യുന്നത്. ഒരു ഓഫീസിലാവുമ്പോൾ ഇതെല്ലാം ഫിസിക്കലായിട്ടുണ്ടാകും, സർവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വിൻഡോസിൻ്റെ 2025 സർവർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ PC-യുടെ മൊത്തത്തിലുള്ളൊരു കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഇതാണ് എൻ്റെ PC. എൻ്റെ PC-യിൽ ഇപ്പോൾ ദിസ് PC-യുടെ റൈറ്റ് ബട്ടൺ ഞെക്കിയിട്ട് പ്രോപ്പർട്ടീസ് എടുത്താൽ നമ്മുടെ PC-യുടെ സ്പെക്ക് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ മദർ ബോർഡ് GB ഒരു മദർ ബോർഡാണ്. എൻ്റെ പ്രൊസസ്സർ i5-ൻ്റെ 10th ജനറേഷൻ പ്രൊസസ്സറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ റാം ഏകദേശം 32 GB റാം ഉണ്ട്. ഞാനൊരു 4 GB-യുടെ NVIDIA-യുടെ GeForce GT 730 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ് ഇട്ടിട്ടുണ്ട്. 238 GB 250 GB SSD ആണ്. അതിൽ 170 GB ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി എനിക്കൊരു 80 GB ബാലൻസ് ഉള്ളത്. അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് കിട്ടും. അതിൻ്റെ താഴെ വിൻഡോസ് 11 പ്രോയാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഹോം ആയിരിക്കും. വിൻഡോസ് 11 ഹോം ആണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഹൈപ്പർ വി എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അതിൽ വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ VMware ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഹോം ഒക്കെയാണ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് VMware ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഹൈപ്പർ വി എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വിൻഡോസ് 11 പ്രോയാണ്. പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത ഡേറ്റ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ 15-ാം തീയതി ഇൻസ്റ്റാൾ ചെയ്താൽ, ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് 24-ാം തീയതി. ഒരു 9 ദിവസം മുമ്പാണ് ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തത്. എൻ്റെ നിലവിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എറർ വന്നതിന് ശേഷം ഞാനത് വീണ്ടും പുതിയത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്തത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ സർവർ ഞാൻ പറഞ്ഞില്ല 180 ദിവസത്തെ ആണ് നമുക്ക് കിട്ടുക. അത് നമുക്ക് പഠിക്കാനൊക്കെ അത് മതി. ആ 180 ദിവസത്തെ വാലിഡിറ്റിയിൽ നമുക്ക് പഠിച്ച് കാര്യങ്ങളെല്ലാം മൈക്രോസോഫ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഹൈപ്പർ വി ഓൺ ആക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റത്തിൽ, ഇപ്പോൾ നിങ്ങൾ ഹൈപ്പർ വി പ്രോയിൽ മാത്രമേ ഉള്ളൂ, വിൻഡോസിൻ്റെ നിങ്ങൾ വെർച്വലൈസ് VMware അല്ലെങ്കിൽ ഒറാക്കിളോ ഇത് രണ്ടും ഇതേപോലെ നമുക്ക് വെർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലാബ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയാണെങ്കിലും നിങ്ങൾ ഏതാണെങ്കിലും
നിങ്ങൾ ബയോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറണം. ബയോസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ പവർ ഓൺ ആയി വരുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങളുടെ HP ലാപ്പോ അല്ലെങ്കിൽ ഡെല്ലിന്റെ ലാപ്പൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ പവർ ഓൺ ആയി വരുന്ന സമയത്ത്, നിങ്ങൾ ലാപ്ടോപ്പ് ഓൺ ആക്കുന്ന സമയത്ത് ആ HP ലോഗോ എഴുതി കാണിക്കുമല്ലോ. ആ ലോഗോ എഴുതി കാണിക്കുന്നതിന്റെ അവിടെ നിങ്ങൾക്ക് എസ്കേപ്പ്, ഇപ്പൊ HP ആണെങ്കിൽ എസ്കേപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ ഇന്ററപ്റ്റ് ആവുകയും നിങ്ങൾക്ക് ബയോസിലോട്ട് കയറാൻ F10 അല്ലെങ്കിൽ F2 അല്ലെങ്കിൽ F12 ഒക്കെ അടിക്കാൻ പറയുകയും ചെയ്യും. ഡെല്ലാണെങ്കിൽ നിങ്ങൾ F2 പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആ ഡെല്ലിന്റെ ലോഗോ വരുന്ന സമയത്ത് F2 ഇങ്ങനെ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ അതിന്റെ ബയോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറാൻ പറ്റും. ഒരുവിധപ്പെട്ട നോർമൽ ജിഗാബൈറ്റ് അസ്യൂസിന്റെ ഒക്കെ മദർ ബോർഡ് ആണെങ്കിൽ നിങ്ങൾ ഓൺ ആക്കുന്ന സമയത്ത് ഡിലേറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബയോസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് കയറാനായിട്ട് സാധിക്കും. ബയോസിൽ കയറിയിട്ട് ഇന്റൽ വെർച്വലൈസേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് നിങ്ങൾ എനേബിൾ ചെയ്തിടണം. അത് ഡിസേബിൾ ആയിരിക്കും, ഡിഫാൾട്ട് ആയിട്ട് ചിലപ്പോൾ കിടക്കുന്നുണ്ടാവുക. അത് എനേബിൾ ചെയ്തിട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് VMwareഉം അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന ഹൈപ്പർ-വിയോ അല്ലെങ്കിൽ ഒറാക്കിളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് വെർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഓൾറെഡി അത് ബയോസിൻ്റെ അകത്ത് കയറിയിട്ട് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് എനേബിൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ ഞാൻ അതിൻ്റെ ബയോസ് കീ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ആ ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി ഹൈപ്പർ-വി, ഞാൻ ഈ ഒരു വെർച്വലൈസേഷൻ ടെക്നോളജി, ഇന്റൽ വെർച്വലൈസേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈപ്പർവൈസർ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുണ്ട് ബയോസിനകത്ത്. അപ്പോൾ ഞാനിനി ഇതിൽ ഹൈപ്പർ-വി ഇൻസ്റ്റാൾ ചെയ്ത്, ഞാൻ ഓൾറെഡി ഹൈപ്പർ-വി ഇൻസ്റ്റാൾ ചെയ്തു. കാരണം ഹൈപ്പർ-വി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റീസ്റ്റാർട്ട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് റീസ്റ്റാർട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാനത് ഓൾറെഡി ഓൺ ആക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ടേൺ വിൻഡോസ് ഫീച്ചേഴ്സ് ഓൺ അവർ ഓഫിൽ പോവാം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഇതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടോ ഹൈപ്പർ-വി എന്നുള്ളത്. ഈ ഹൈപ്പർ-വിയിൽ നിങ്ങൾ ടിക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ഹൈപ്പർ-വി എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ നിങ്ങളിൽ ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഹൈപ്പർ-വി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഹൈപ്പർ-വി ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ സെർച്ചിൽ വന്നിട്ട് ഹൈപ്പർ-വി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർ-വി മാനേജർ കിട്ടും. ഞാനിപ്പോൾ ഈ ഹൈപ്പർ-വി മാനേജർ ഇവിടുന്ന് ഇനി ഓൺ ആക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ഹൈപ്പർ-വി മാനേജർ എന്ന് പറയുന്നത്. ഇവിടെ ഈ ജിഗാബൈറ്റ് എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പേരാണ്. എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത് ജിഗാബൈറ്റ് എന്ന്. എൻ്റെ മദർ ബോർഡ് ജിഗാബൈറ്റ് ആണ്, എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പേരേ ഞാൻ കൊടുത്തത് ജിഗാബൈറ്റ് എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ പേര് വന്നിരിക്കുന്നത്. ഈ ജിഗാബൈറ്റ് എന്നുള്ളത് ഞാൻ ഓൾറെഡി വിൻഡോസ് സർവർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ദിസ് PC എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഡൗൺലോഡിൽ പോയാൽ ഞാൻ ഓൾറെഡി വിൻഡോസ് 11 ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരു ഫയലായിട്ടായിരുന്നു ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. ഈ ഡൗൺലോഡ് ഓപ്ഷനിൽ വിൻഡോസ് 11 ഉണ്ടോ നോക്കട്ടെ. ഇതാ താഴെ വിൻഡോസ് 11 ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2025 വിൻഡോസ് 11 അല്ല, വിൻഡോസ് സർവർ ഏകദേശം 7.88 GB അടുത്തുണ്ട് വിൻഡോസ് സർവർ 2025. അപ്പോൾ ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഏകദേശം ഒരു 8 GB ഒരു ISO ഫയലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഫയലിൻ്റെ പേര് ഇങ്ങനെയാണ്. സോറി, ഇത് വിൻഡോസ് 11 ആണ്, ഇത് സർവർ അല്ല. സർവർ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ അതൊന്നും സർവർ ഒന്നും ഇതിലോട്ട് കൊണ്ടുവന്നോട്ടെ. ഇതാണ് എൻ്റെ വിൻഡോസ് 11 സർവർ, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സർവർ ഇതാണ്. ഈ സർവർ ഏകദേശം 8 GB ഈ സർവറിൻ്റെ സൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് എൻ്റെ ഡൗൺലോഡിൻ്റെ അകത്ത് കൊണ്ടുപോയിടാം. ഡൗൺലോഡിൽ കൊണ്ടുപോയിടാം. ഏകദേശം ഒരു 8 GB ഉണ്ട്. അപ്പോൾ ആ ഒരു ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സർവറാണ് നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതവിടെ കോപ്പി ആയിക്കോട്ടെ.
ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മുടെ മദർ ബോർഡിന്റെ പേര് നമ്മുടെ മദർ ബോർഡിന്റെ അല്ല, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പേര് ഉണ്ടാവുമല്ലോ. ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞൊരു ബോക്സ് വരും. നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ അകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഒരു സെർവർ ഉണ്ടാക്കണം, പിന്നെ 2 3 വിൻഡോസ് 10 ഉണ്ടാക്കണം. എന്നിട്ട് ഈ സെർവറിനെയും 10നെയും ഒരു സ്വിച്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാഭായി. അപ്പൊ ആദ്യത്തെ മിഷൻ നമ്മുടെ സെർവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വിർച്വൽ മിഷൻ എന്നുള്ളത് കിട്ടും. അല്ലെങ്കിൽ ഇതിന്റെ റൈറ്റ് ബട്ടൺ ഞെക്കിയിട്ട് ന്യൂ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വിർച്വൽ മിഷൻ എന്നുള്ളത് കിട്ടും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ബിഫോർ യു ബിഗെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർട്ടപ്പ് വിസാർഡ് വരും. നമ്മൾ വിർച്വൽ മിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരും. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ വിർച്വൽ മിഷന് നെയിം കൊടുക്കാൻ പറയും. ഞാനിപ്പോൾ കൊടുക്കുന്നത് സർവർ 2025 എന്നാണ്. ഇതിന്റെ ഫയലുകൾ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നാണ്. സി ഡ്രൈവിൽ, പ്രോഗ്രാം ഡാറ്റയിൽ, മൈക്രോസോഫ്റ്റിൽ, വിൻഡോസിൽ, ഹൈപ്പർവിയുടെ അകത്താണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് തന്നെയാണ് സേവ് ചെയ്യുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ജനറേഷൻ 1, ജനറേഷൻ 2. ഇപ്പം നമ്മുടെ 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും 64 ബിറ്റ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ ജനറേഷൻ 2 സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. എത്ര GB റാം ആണ് നമുക്ക് വേണ്ടതെന്നാണ്. നമ്മുടെ ഈ ഒരു വിർച്വൽ മെഷീൻ എത്ര GB റാം വേണം? ഇപ്പം എൻ്റെ സിസ്റ്റത്തിന് ഏകദേശം 32 GB റാം ഉള്ളത് കൊണ്ട് ഞാനൊരു 6 GB റാമും എൻ്റെ വിർച്വൽ മെഷീന് വേണ്ടി കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ 16 GB ആണെങ്കിൽ നിങ്ങളൊരു 4 GB കൊടുത്താൽ മതി. 8 GB ആണെങ്കിൽ നിങ്ങൾ 2 GB കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു 1024 × 6 അപ്പോൾ എത്ര MB ആ നോക്കാം. 6144 എന്ന് കൊടുക്കുക. ഏകദേശം ഒരു 6 GB ഞാനിവിടെ കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഇത് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാനാണ്. ഇപ്പം ഞാൻ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല, സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യാനാണ്. ഇപ്പോൾ ഒന്നുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ ഒരു സെർവർ ഇൻസ്റ്റാൾ ആവുമല്ലോ. അപ്പോൾ ഒരു വെർച്വൽ ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് ഇന്ന സ്ഥലത്താണ് ക്രിയേറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യാൻ പറയും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഇവിടെ സെർവർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെർവറാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇൻസ്റ്റാൾ എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്രം എ ബൂട്ടബിൾ ഇമേജ് ഫയലിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് ഈ ഒരു സെർവർ ഫയൽ, നമ്മളിപ്പോൾ ഈ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെർവർ ഫയലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊന്ന് കോപ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് അത് അവിടെ ബ്രൗസ് ചെയ്ത് കൊടുക്കാം. അതാണല്ലോ നമ്മുടെ 2025 സെർവർ ഞാനിന്ന് ഡൗൺലോഡ് ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സെർവർ ഫയൽ നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രസ് എനി കീ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നതായിരുന്നു. പ്രസ് എനി കീ കൊടുത്തപ്പോൾ അത് റണ്ണായി. ഇവിടെ നിങ്ങൾക്ക് വ്യൂവിൽ പോയിട്ട് ഫുൾ സ്ക്രീൻ മോഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. സെർവറിൻ്റെ ഇൻസ്റ്റാളേഷനാണ് പറയുന്നത്. ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. നെക്സ്റ്റ് കൊടുക്കുക. ഇൻപുട്ട് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ്, US, അത് നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ വിൻഡോസ് സെർവർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ലൈസൻസും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. വിൻഡോസ് 10ഉം 11 ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഏകദേശം വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വിൻഡോസ് 11ന്റെ 2 എഡിഷൻ, ഒന്ന് സ്റ്റാൻഡേർഡ് എവല്യൂഷനും അതേപോലെ തന്നെ ഡാറ്റാ സെന്ററും കാണാം. സ്റ്റാൻഡേർഡും ഡാറ്റാ സെന്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ആദ്യം അറിയണം. നമ്മളൊരു കമ്പനിയിൽ സർവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സർവറിന് 2 എഡിഷനാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡും രണ്ടാമത്തത് ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് വരുന്ന ഒരു സാധാരണ ഏകദേശം 200ഓളം അല്ലെങ്കിൽ 100, 150, 200 കമ്പ്യൂട്ടേഴ്സോളം ഒരു ഡൊമൈൻ്റെ അണ്ടറിൽ വരുന്ന ഒരു നെറ്റ്വർക്കാണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന വെർഷൻ ഉപയോഗിക്കാൻ പറ്റും. ഡാറ്റാ സെന്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബ്രാഞ്ചുകളും ഹെഡ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഡാറ്റ കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ഒരു സർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ കമ്പനിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അവിടെ ഡാറ്റാ സെന്റർ എന്ന് പറയുന്ന വെർഷനാണ് യൂസ് ചെയ്യേണ്ടി വരിക. ഇതിൽ തന്നെ സ്റ്റാൻഡേർഡിലും ഡാറ്റാ സെന്ററിൽ തന്നെ ഇപ്പോൾ 2 എണ്ണം കാണിക്കുന്നുണ്ട്. ഒന്ന് ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസും ഒന്ന് നോർമലും. ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് ഇൻസ്റ്റാൾ ചെയ്താലേ ഉള്ളൂ നമുക്ക് ഗ്രാഫിക്സ് ആയിട്ട് കാണാൻ പറ്റുക. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ കമന്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. നോർമൽ ആയിട്ടുള്ളതാണെങ്കിൽ സ്റ്റാൻഡേർഡ് അല്ല, നോർമൽ ആയിട്ടുള്ളതാണ്. ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് ആണ് ഗ്രാഫിക്സ്. അതുകൊണ്ട് ഞാനിവിടെ സർവർ 2025 ഡാറ്റാ സെന്ററിന്റെ ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുത്തു.
അപ്പോൾ ഇവിടെ നമ്മുടെ PC-ക്ക് അത് റൺ ആവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒക്കെ റിക്വയർമെന്റ് ഒക്കെ ചെക്ക് ചെയ്യും. ഇനി നമുക്ക് അതിന്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഇപ്പൊ ഹാർഡ് ഡിസ്ക് നമുക്ക് 127 GB ഒരു വെർച്വൽ ഹാർഡ് ഡിസ്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഏകദേശം ഒരു 85 GB ഞാൻ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്. 85 GB ഒരു C ഡ്രൈവ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്ലൈ കൊടുത്തു, അത് ക്രിയേറ്റ് ആയി. അത് ഫോർമാറ്റ് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ സർവർ 2025 ഡാറ്റാ സെന്റർ ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു റെഡി ടു ഇൻസ്റ്റാൾ വരും. ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് വെർച്വൽ മെഷീൻ ഹൈപ്പർ-വിയുടെ അകത്ത് ഈ പറയുന്ന വിൻഡോസ് സർവർ 2025 ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു 10 അല്ലെങ്കിൽ 2 10 അല്ലെങ്കിൽ 2 11 നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു ലാബ് കോൺഫിഗർ. ഇവിടെ റീസ്റ്റാർട്ടായി വന്നതിന് ശേഷം സർവറിന് ഓൾറെഡി യൂസർ നെയിം ഓൾറെഡി ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന യൂസർ നെയിം. നമ്മൾ പാസ്വേഡ് മാത്രം കൊടുത്താൽ മതി. ഞാൻ ക്യാപ്സ് ആയിട്ട് admin 123 എന്നുള്ളതാണ് പാസ്വേഡ് കൊടുക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാട്ടോ. ഞാനിപ്പോൾ അവിടെ എൻ്റെ സർവറിന് കൊടുക്കുന്ന പാസ്വേഡ് admin 123 എന്നുള്ളതാണ്. ഫിനിഷ് കൊടുക്കുക. ഇപ്പോൾ സർവറിൻ്റെ ആ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ഒക്കെ വന്നു. നമുക്ക് എത്രയാണ് ഇതിൻ്റെ സൈസ് വേണ്ടത്, ഡിസ്പ്ലേ സൈസ് എത്രയാണ് വേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ ലാർജ് ഫുൾ സ്ക്രീൻ ഇട്ട് കണക്ട് കൊടുത്താൽ എൻ്റെ സ്ക്രീൻ മുഴുവനായിട്ടും സർവറിൻ്റെ ഇത് ലോഡായി വരും. ഞാൻ ഉപയോഗിച്ച പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഇത് ഞാൻ റൺ ചെയ്യുന്നത്, ഈ സർവർ റൺ ചെയ്യുന്നത് എവിടെയാണ്? വെർച്വൽ മെഷീൻ്റെ അകത്താണ്. എൻ്റെ ഹൈപ്പർ-വി എന്ന് പറയുന്ന വെർച്വൽ മെഷീൻ്റെ അകത്താണ് ഞാൻ ഈ സർവർ റൺ ചെയ്യുന്നത്. സർവർ ലോഡായി വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. സർവർ ലോഡായി വന്നു. സർവറിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സർവർ മാനേജർ എന്ന് പറയുന്ന ഒരു ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇത് മിനിമൈസ് ചെയ്യും. മുകളിൽ കാണുന്ന ഇതുണ്ടല്ലോ, ഇപ്പം ഇത് സർവർ മാനേജർ എന്ന ഡാഷ്ബോർഡാണ്. ഇത് സർവർ OS ഇൻസ്റ്റാൾ ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലോഡായി വരുന്നൊരു സർവർ മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സർവർ കാണാം. ഏകദേശം വിൻഡോസ് 11 പോലെ തന്നെയാണ്. ഡെസ്ക്ടോപ്പ് ഐക്കൺസ് ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ വൈറ്റ് ബട്ടൺ ഞെക്കിയിട്ട് ഡിസ്പ്ലേ സെറ്റിങ്സിൽ പോവുക. ഇവിടെ പേഴ്സണലൈസേഷൻ എടുക്കുക. തീംസ് എടുത്തതിന് ശേഷം തീംസിൽ താഴത്തോട്ട് വന്ന ഡെസ്ക്ടോപ്പ് ഐക്കൺസ് ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഏകദേശം വിൻഡോസ് 11 അതേ ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ദിസ് പീസിയുടെ റൈറ്റ് ബട്ടൺ ഞെക്കിയിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിൻഡോസ് നമ്മുടെ സർവർ ആണെന്ന് കാണാൻ പറ്റും. കണ്ടോ, സർവർ ആണ് ഇരിക്കുന്നത്. 6 GB റാം ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിനിമൈസ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ വിൻഡോസ്, നോർമൽ വിൻഡോസ് കാണാൻ പറ്റും. ഹൈപ്പർ-വിയുടെ അകത്ത് ഇതാ ഇവിടെ വെർച്വൽ മെഷീൻ റൺ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സർവർ കാണാം. നിങ്ങളുടെ ഈ ഹൈപ്പർ-വിയുടെ ഈ ഒരു സെറ്റിങ്സിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ചെക്ക് പോയിന്റ് നമ്മളിവിടെ അപ്പോൾ ക്രിയേറ്റ് ആയി വരും. 9/13 ഒരു ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ആയിട്ട് വരും. ആ ചെക്ക് പോയിന്റ് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സർവർ ചെയ്യുമ്പോൾ എന്തെങ്കിലും എററൊക്കെ വന്നു നോക്കുക, നിങ്ങൾക്ക് തിരിച്ച് ഈ ചെക്ക് പോയിന്റിലോട്ട് റീസ്റ്റോർ ചെയ്ത് വരാൻ പറ്റും. ഇതവിടെ. അപ്പോൾ ഞാൻ ഈ ചെക്ക് പോയിന്റിന് പേര് കൊടുക്കുകയാണ് സർവർ സ്റ്റാർട്ട് ആദ്യത്തെ. ഇനി നമ്മളിതിൽ കുറേ സർവീസ് ചെയ്യുമ്പോൾ സർവർ കേടാവില്ലേ? അപ്പോൾ നിങ്ങൾ ഹൈപ്പർ-വിയുടെ ഇതിൽ വന്നിട്ട് ഈ ചെക്ക് പോയിന്റിൽ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എടുത്ത ആ സ്റ്റേറ്റിൽ ഇപ്പം ചെക്ക് പോയിന്റ് എടുത്തിട്ടില്ലേ, അവിടെ വന്നിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഹൈപ്പർ-വി ഇതിൻ്റെ അകത്ത് റൺ ആവുന്നുള്ള സർവർ. ഞാനിതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്തിടാം. ഇപ്പോൾ ഷട്ട് ഡൗൺ ആയി. ഇവിടെ കൊടുത്തിട്ട് ടേൺ ഓഫ്. ഓക്കെ, അപ്പോൾ വെർച്വൽ മെഷീൻ എന്തായിട്ടുണ്ട്? ഓഫ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ അടുത്തത് 10 നമുക്ക് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെർച്വൽ മെഷീൻസ് എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സർവർ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു. ഇനി സർവറിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോയിൽ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത VMware ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണ് സർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം.